ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്നുവിടുന്ന നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ട് നാൾ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവിന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായി ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുല്യങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നിന്റെ നാമം പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ട് നാൾ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുവാനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ തൃത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമെടുത്തു, ദൈവമിതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവരേകും നിത്യാനന്ദവും ആശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുദ്ധാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം, ചേപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാൻ അവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മലിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തി ഒരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൽ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർവനാം മിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുദ്ധാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന് നിർത്തണമേ. ശരണം മത്തിരു നീയല്ലോ. ആദ്യം മുതൽ നീക്കുമാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. യെശയ്യാ നീവയുടെ പുസ്തകത്തിലുള്ള വായന. തന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എസെക്കിയാസ് പ്രാർത്ഥിച്ച പ്രകാരം പറഞ്ഞു, ശിഷ്ടായുസ്സ് ഉപേക്ഷിച്ച് ഞാൻ എന്റെ ജീവിത മധ്യത്തിൽ പാതാളത്തിലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിനെ ഞാൻ ദർശിക്കുകയില്ല. പാതാളത്തിൽ വസിക്കുന്നവരോട് കൂടെ മനുഷ്യനെ ഇനി ഞാൻ കാണുകയില്ല. എന്റെ തലമുറ അവസാനിച്ചു. ആട്ടിടയന്മാരുടെ കൂടാരം പോലെ അത് മാറി മാറിപ്പോയി. മുറിക്കപ്പെടാറായ നെയ്ത്തുനൂൽ പോലെ എന്റെ ജീവിതം വിച്ഛേദിക്കപ്പെട്ടു. രാവും പകലും നീ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. മീവൽ പക്ഷിയെ പോലെ ഞാൻ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നു. മാടഭാവിനെ പോലെ ഞാൻ കുറുകിക്കൊണ്ടിരിക്കുന്നു.
എന്റെ കണ്ണുകൾ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. കർത്താവേ, എന്നെ രക്ഷിച്ച് നീ ആശ്വസിപ്പിക്കണമേ. My dear friends, do not let your hearts be troubled. You believe in God, but also believe in me. God has prepared beautiful dwelling places for us on heaven than on this earth. തമ്പുരാന്റെ വചനങ്ങളിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. 86 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. 5 വർഷത്തോളമായി ഞാൻ പിന്നെ പോയിട്ട് സാറിനെ കാണുന്നു. വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും നല്ല കാലത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. വളരെ ഭവ്യതയോടെ, വിശ്വസ്തയോടെ, നല്ല ഒരു വിശ്വാസ ജീവിതം നയിച്ച ഒരു വ്യക്തി, അതിനൊരു സംശയവും വേണ്ട. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിഗൂഢമാണ്. മനുഷ്യനെല്ലാം ദൈവം സൃഷ്ടിച്ച് വിളിച്ച് വിശുദ്ധീകരിച്ച് ഓരോ ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യമാകാനാണ് എല്ലാവരും ദൈവം കൊടുക്കുന്നത്, അയക്കുന്നത്. ആ ദൈവിക സാന്നിധ്യത്തില് പരിശുദ്ധമായ കുടുംബജീവിതം നയിച്ച് പ്രിയപ്പെട്ട 4 കുഞ്ഞുങ്ങളെ ദൈവം ഏറ്റവും വലിയ സമ്പത്തായി കൊടുത്തു. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എല്ലാം മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലെല്ലാം എത്തിച്ച് വിശ്വാസത്തിനെ വളർത്തി പരിശുദ്ധമായ കുടുംബജീവനത്തിലേക്ക് നയിച്ച് സംതൃപ്തി കണ്ട് കുഞ്ഞുങ്ങളെ സന്തോഷത്തിൽ ജീവിക്കുന്ന കണ്ട് ആണ് സാറ് യാത്രയായിരിക്കുന്നത്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ട മക്കൾ വിമല, എൽസമ്മ, സാലി ആൻഡ് ജെയ്ക്ക്, ബെന്നി പുതുപ്പറമ്പിൽ, ജോണി കുന്നപ്പള്ളി മറ്റത്തിൽ, ബിനോയ് കുരുട്ടുപറമ്പിൽ, പ്രിയ ജെയ്ക്ക് പോൾപ്രയിൽ, 9 grandchildren, Bibi, Bessie, Joel, Jills, Sheena, Leah, Jeffrey, Emily and Julia. My heartfelt condolences to all of you. ന്യൂയോർക്കിലെ ട്രൈ സ്റ്റേറ്റിലെ കാനായ കത്തോലിക്ക കമ്മ്യൂണിറ്റി പേരില് സാറിന്റെ നിര്യാണത്തില് അഗാധമായ അനുശോചനവും പ്രാർത്ഥനയും എല്ലാം നിങ്ങൾ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സമാശ്വാസം തരട്ടെ. ജോസഫ് സാറിന്റെ ഈ ലോക ജീവിതകാലത്ത് സാറ് സ്വീകരിച്ച പരിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും എല്ലാം ഈ സ്വർഗീയ തീർത്ഥയാത്രയിൽ തിരുപാധേയങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ തിമോത്തിയിലെ സഭയ്ക്കെഴുതിയ മനോഹരമായ വചനം സാറിന്റെ ജീവിതത്തെ തീർത്തും അന്വർത്ഥമാണ്. ഞാൻ നല്ല യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം സംരക്ഷിച്ചു. നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ഈ അപ്പച്ചന് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ സമ്മാനം അപ്പച്ചൻ നയിച്ച നല്ല വിശ്വാസ ജീവിതം, അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അമ്മച്ചിയുടെ കാര്യം ഞാൻ വിട്ടുപോയി. കൂടെ നടന്ന് തന്റെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ച ആളാണ്. നന്നായിട്ട് ശാന്ത സ്വഭാവത്തോടെ കൂടെ നിന്ന് ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. ഇന്ന് സന്തോഷത്തോടെ നമുക്ക് പ്രിയപ്പെട്ട ഈ അപ്പച്ചനെ യാത്രയാക്കാനായിട്ട് അമ്മച്ചിക്ക് സാധിക്കട്ടെ. അമ്മച്ചിക്ക് ദൈവം നല്ല സമാശ്വാസം കൊടുക്കട്ടെ. മലങ്കര സഭയിൽ മൃതശരീരം കുടിമാടത്തിലേക്ക് വെക്കുമ്പോൾ പാടുന്ന ഒരു ചെറിയ ഈരടിയുണ്ട്. അതിതാണ്: ശുഭമൊടുപോകിൻ വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. ഇനി അത് മാത്രമേ നമുക്കെല്ലാം ഉള്ളൂ. ഈ തീർത്ഥയാത്രയിലേക്ക് നമുക്ക് അപ്പച്ചനെ സന്തോഷത്തോടെ അയക്കാം. ഇനി പ്രത്യാശ ദൈവത്തിന്റെ കരങ്ങളിലാണ്. തമ്പുരാന് സമാശ്വാസം കൊടുക്കട്ടെ. അവിടുത്തെ വലത് ഭാഗത്ത് പ്രിയപ്പെട്ട ഈ അപ്പച്ചനെ നിർത്തട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം.
എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, രാവുകളിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. പരിശുദ്ധയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരനായ ജോസഫ് സാറിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരൂപയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ജോസഫ് സാറിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. പരിശുദ്ധാരൂപയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരനായ ജോസഫ് സാറിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതി. മാലാഖമാർ ആസ്വദിക്കപ്പെടുകയും മനുഷ്യനാ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രവർത്തിക്കുവാനുമായി മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ ഓർക്കുന്നവനായ കർത്താവേ, നിന്റെ ദയാധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.